സൂപ്പർ ബൈക്ക് വീഡിയോ എടുത്താലും അവിടെ സ്ഥിരം ഒരു കമന്റ് കാണും, H2R ആണ് കിങ്. H2Rനെ ഇതിനെ തോൽപ്പിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഈ കമന്റ് ഇടുന്ന പകുതി പേർക്കും അറിയാഞ്ഞിട്ടാണോ അതോ അറിയില്ലേ നമ്മൾ ഈ കമ്പയർ ചെയ്യുന്നത് തന്നെ എത്ര വലിയ മണ്ടത്തരമാണെന്ന്? ശരിക്കും പറഞ്ഞാൽ ഈ കമന്റ് കണ്ട് ഇതൊരു വെറുപ്പിക്കലായി തീർന്നു. കാരണം H2R ഒരു സൂപ്പർ ബൈക്കേ അല്ല, ഇതൊരു ഹൈപ്പർ ബൈക്കാണ്. BMW S1000 RRനോടോ ഡുക്കാട്ടി പാനിഗാളയോടോ ഇതിനെ കോമ്പറ്റീഷൻ ഇടുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം ഇവരൊക്കെ റേസിംഗ് നിയമങ്ങൾക്കും റോഡ് നിയമങ്ങൾക്കും വിധേയമായി നിർമ്മിക്കപ്പെട്ട യഥാർത്ഥ സൂപ്പർ ബൈക്കുകളാണ്. എന്നാൽ H2R അത് ഒരു നിയമവും പാലിക്കാത്ത വെറും ഒരു ഹൈപ്പർ ബൈക്ക് മാത്രമാണ്. ഇതിനുള്ളിൽ ഒരു സൂപ്പർ ചാർജ്ഡ് എഞ്ചിൻ ഉണ്ട്. അതാണ് H2Rനെ ബാക്കിയുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. 310 ഹോഴ്സ് പവർ. ഒരു റാം എയർ എഫക്ട് കൂട്ടിയിട്ട് വന്നാൽ 326 ഹോഴ്സ് പവർ ആവും. ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് അറിയാമോ? 400 km/h. ഏത് സൂപ്പർ ബൈക്കിനാണ് ഇതിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുക? പക്ഷേ ഒരു കാര്യമുണ്ട്, H2R ഒരു റോഡ് ലീഗൽ ബൈക്ക് അല്ല. നിങ്ങൾക്ക് ഇത് ട്രാക്കിൽ മാത്രമേ ഓടിക്കാൻ പറ്റൂ. ഹെഡ്ലൈറ്റ് ഇല്ല, മിറർ ഇല്ല, ഇൻഡിക്കേറ്റർ ഇല്ല, വെറും ഒരു ട്രാക്ക് മെഷീൻ. 2026 ഇതിന്റെ വില ഏകദേശം 80 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറ, ഈ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഒരു ഷോ പീസ് ആക്കി വെക്കാനാണോ? സാധാരണ ഒരു സൂപ്പർ ബൈക്കിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഈ 80 ലക്ഷത്തിന് മുകളിൽ കൊടുത്ത് വാങ്ങുന്ന ബൈക്കിന് തരാൻ കഴിയുമോ? സോ ട്രാക്കിലെ കണക്കുകൾ പറഞ്ഞ് സൂപ്പർ ബൈക്കുകളെ വില കുറച്ച് കാണരുത്. റോഡിലും ട്രാക്കിലും ഒരുപോലെ പെർഫോം ചെയ്യുന്നവനാണ് യഥാർത്ഥ ഹീറോ. H2R അത് വേറൊരു പ്ലാനറ്റിൽ നിന്നുള്ള ജീവിയാണ്, വെറും ഒരു ഹൈപ്പർ എക്സിബിഷൻ മാത്രമായ ബൈക്ക്.